എന്റെ 5 കോടി. ഹലോ വാസുമോനെ. മുച്ചിരിയുടെ വാപ്പാ. മുച്ചിരിന്റെ അവിടെ മുച്ചിരി ഇല്ല, വന്നിട്ടില്ല. കൊടുക്ക പോയേ അവനെ ഞാൻ അങ്ങനെ കാണാറേ ഇല്ല. എന്തപ്പോ ഒരു ചെറിയൊക്കെ എന്തൊക്കെ പ്രശ്നത്തിലാണെന്നറിയോ മുച്ചിരിയുടെ വാപ്പേ? എന്തേ പ്രശ്നം പറഞ്ഞോളി. മൊത്തത്തിൽ പ്രശ്നമാ. എന്താണ്? അവനെ കൊണ്ട് പ്രശ്നം, അവന്റെ വാപ്പയെ കൊണ്ട് പ്രശ്നം. അങ്ങനെ പറയരുത്. ഞാൻ ഇപ്പൊ എന്താ അതാ കണ്ണും കാണണില്ലേ നായിക്കൊന്നും. ഞാനിപ്പോ ഇങ്ങക്ക് എന്ത് തുലിമണ്ടാക്കിയത് എന്നെ കൊണ്ട് പ്രശ്നം ഉണ്ടാകാന്? ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് മുച്ചിരിയെ പറ്റി തിരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ഞാൻ ഇത് വിളിച്ചണ എന്തിനാണെന്നില്ല ഇങ്ങക്ക് അറിയില്ലല്ലോ. എന്തിനാ വിളിച്ചതേ? നമുക്കിന് ഇന്നലെ 18 വയസ്സായിക്കണ്. 18 വയസ്സായവന്. ഇനി അവന് ഇഷ്ടമുള്ളവരോട് ജീവിക്കാം അവന്. അതല്ലല്ലോ ഇപ്പോൾ വിഷയം. അപ്പൊ അതല്ല, പിന്നെ ഓനെ കൊണ്ടുകണ്ട് സുന്നത്ത് അയച്ചണം. ഹലോ ആസുവാനെ. അല്ല അവിടെ ഉണ്ടോ? ഒടുക്ക പോയി പോണത് ഇടക്കിടക്ക്? ഞാണ്ട് വരാം. ഞാൻ ഇവിടെ എത്തിക്കണ്. പെരയുണ്ടോ? പെരയിലുണ്ടോ? അല്ല ഓനെ കൊണ്ടേക്കാണ്ട് സുന്നത്ത് അയപ്പിച്ചണം. ഇനിയിപ്പോ 18 വയസ്സായില്ലേ? അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാ. നമുക്കതിൽ എതിർപ്പൊന്നുമില്ല. അതിന് എതിർപ്പിന്റെതല്ല പറയണത്. പിന്നെ ഓനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാലപ്പോ കേക്കുള്ളൂ. ഞാൻ അവനെ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും? ഓനെ ചെറുപ്പത്തിലായി ചെയ്തിട്ടില്ലേ. ഇപ്പൊ ഇനിയിപ്പോ വെച്ചോണ്ട് ഇറക്കാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോ 10-18 വയസ്സായാലും ഇനിയിപ്പോ ഒരു പെണ്ണൊക്കെ കെട്ടണമെങ്കിൽ ഞാൻ എന്തായാലും സംസാരിച്ച് നോക്കാം. എന്തായാലും ഉച്ചയുടെ വാപ്പ നമുക്ക് ഇവിടെ നേരിട്ട് കണ്ട് സംസാരിക്കാം. പോട്ടെ, ഞാതാ പെരന്റെ മുമ്പില്. ഞാൻ സുന്നത്താർമീത് ഞാൻ ചെയ്യത്തില്ല കൈസ്. എനിക്ക് മതിയായതാ ജീവിതത്തിൽ അത്. എന്താടാ എന്റെ ഒറിജിനൽ ഗേൾഫ്രണ്ട് വന്നിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് പോയണ്ടാ? ആര്? എനിക്കുള്ള എന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മീരയാണ്. ഞാൻ ഇപ്പൊ വന്നതേ അണ്ണ എന്റെ അപ്പാർട്ട്മെന്റിലെ ഫുള്ള് സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചു. അണ്ണന്റെ അപ്പാർട്ട്മെന്റ് താക്കോളം തരും? ഇല്ല തരത്തില്ല. ഞങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ. അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. ഒരു സെക്കൻഡ് ചന്ദ്ര, ഇപ്പൊ ഒരു മിനിറ്റ് സാഗുരുടെ അടുത്ത് പോട്ടെ. സാഗുരുവിടെ പോയി എല്ലാം കൂടെ വന്ന ചന്ദ്ര. മുച്ചിരിയുടെ വാപ്പ വന്നിട്ടുണ്ട്. സ്റ്റീവ് കാണിക്കുന്നുണ്ടാ? അണ്ണ എന്റെ പേര് ആവേശ് കുബേറമാക്കിയ അണ്ണ പബ്ലിസിറ്റി. ഹലോ, ഒരു മിനിറ്റ് സാഗുരു. ഇവിടെ ഇന്ന് ഒരു ഇതുമില്ലാതെ എവിടുന്നൊക്കെയോ ആൾക്കാരൊക്കെ വന്ന്. മനസ്സിലായി. കുഴപ്പമില്ല. ഞാനേ പെട്ടെന്ന് പോവോ? ഞാൻ ഇന്ന് പോവും. ഞാൻ നാളെ നമുക്ക് അങ്ങോട്ട് വരാം. ഓപ്ഷന്റെ ആയിരുന്നു നമുക്ക്. ഞാൻ സെറ്റ് ചെയ്യാം. നാളെ വീട്ടിലോട്ട് വരാം ഞാൻ. അല്ല, ഞാൻ അങ്ങനെയാണെങ്കിലേ ഞാനത് ആ സിറ്റിയിൽ ഇല്ലെങ്കിലും അതൊന്ന് ആരെങ്കിലും ഒന്ന് ചെയ്ത് തരണല്ലോ. മറ്റേ ഞാനില്ലെങ്കിലും എന്റെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാനേ. എന്ത്? ഞാൻ സിറ്റിയിൽ ഇല്ലെങ്കിലും ഓപ്ഷൻ നിങ്ങൾ ആരെങ്കിലും വിളിക്കണല്ലോ. ഞാൻ വിളിച്ചോളാം. ഞാൻ ഏറ്റു. പൈസ മാത്രം തന്നാ മതി. ഞാൻ എന്റെ ഒരു അക്കൗണ്ടില് നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങള് ഒരു 5 മിനിറ്റ് തന്നാൽ മതി. ഞാനിപ്പോ അങ്ങോട്ട് വരാം. എത്ര കോടി വരും നമ്മുടെ മാക്സിമം ബഡ്ജറ്റ്? ഞാൻ അത് അക്കൗണ്ട് കാണുമ്പോ മനസ്സിലാവും. ഓക്കെ, വന്നാ മതി. ടൈറ്റ് ഷെഡ്യൂൾ ആണ്. പിന്നെ
ഈ ഓപ്ഷന് മുമ്പ് നമ്മുടെ മാക്സ് ബഡ്ജറ്റ് ഈ തത്സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് വെച്ച് എല്ലാ അവന്മാരും കളിക്കും. അത് വെച്ച് എല്ലാ അവന്മാരും ഇത് ചെയ്യും. അതുകൊണ്ട് ആ പിന്നെ ഇത് സായി പല്ലവി ഇത് സായി പല്ലവി ആണ്. കുരുവി ഇതാണ് സായി പല്ലവി. അതെ, കുരുവി എക്സ് സായി പല്ലവി ആണ്. അത് സായി പല്ലവി ഒരു ഓട്ടോ പേരോ സിറ്റിയിൽ വലിയ ഫേമസ് ആണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മീര, ഞാനിപ്പോ കമ്മിറ്റഡ് ആകാനുള്ള ഒരു മൂഡിലല്ല ശരിക്കും പറഞ്ഞ. ഇവൻ ഈ ഓപ്പൺ റിലേഷൻഷിപ്പിന്റെ സംഭവം എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ല. ഇതിങ്ങനെ ലൈക്ക് കോൺസെപ്റ്റ് എനിക്ക് അറിയത്തില്ല. ഇവൻ എന്തിനാ ഏതാണ് ഈ കാറ്റിയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അത് വേറെ കാര്യം. പക്ഷേ ഇവൻ ഇങ്ങനെ കാണിക്കുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞങ്ങൾ 4 വർഷത്തെ നമ്മളെ മനുഷ്യന്മാരെ നമ്മളെ വിചാരിക്കണ പോലെ അല്ല. അതാ ഈ കേറ്റി ഇപ്പോഴും എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പാരന്റ്ലി കേറ്റിക്ക് അവൻ പൈസ എനിക്കിനി ഇങ്ങനത്തെ ഒരു ചെറുക്കനെ വേണ്ട. എന്നെ പൈസ കൊടുത്തിട്ടുണ്ടോ പറയരുത് കേട്ടോ. നമുക്ക് അറിവില്ലാത്ത ക്യാറ്റ് ഞാനാണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ ഇവനെ ബ്രേക്കപ്പ് ചെയ്തു. ഇവൻ 2 മിനിറ്റിൽ വേറെ പെങ്കൊച്ചിന്റെ അടുത്തും വന്നോണ്ട് എന്റെ അടുത്ത് വന്ന് എന്നിട്ട് പറയണത് അതെ കൊച്ചെ കൂടുതൽ പറയല്ലേ. എനിക്ക് നീ ഇവനെ വേണ്ട. അയ്യോ എന്റെ ദൈവമേ, ഏത് നേരത്താണ് ഇങ്ങനെ. കൊച്ചെ ഞാൻ നോക്കിക്കോളാം ഇവനെ. നമുക്ക് അറിവില്ലാത്ത ഓരോ അബദ്ധങ്ങൾ പറ്റത്തില്ല. നീ കാണുന്നു നോക്കി, ഇവിടെ യൂണിവേഴ്സ്, അപ്പുറത്ത് ഒരു യൂണിവേഴ്സ്, അതിന്റെ അപ്പുറത്ത് വേറെ യൂണിവേഴ്സ്. ഇത്രേ ഉള്ളൂ മനുഷ്യന്മാരൊക്കെ. അതെ അതെ മനസ്സിലായി. നീ എന്റെ അയലത്തോന്നേക്കരുത്. നിന്റെ തുപ്പി കവർ കെട്ടി അറിയുമ്പോ മാറിപ്പോ. ഒരു പെണ്ണിനെ ചതിച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന നമുക്ക് ടിവിയുടെ പേരിലൂടെ വരുമോന്നാണ് എന്റെ പേടി. ഇത് നോക്ക് മീര അവിടെ സംസാരിക്കുന്നത് ഓപ്പൺ റിലേഷൻഷിപ്പിലും കേറി പോകാണ്ട് നോക്കിക്കോ. നമ്മളൊരു പ്രോപ്പർ റിലേഷൻഷിപ്പിലായ അണ്ണൻ പറഞ്ഞത് കൊണ്ട് ഞാൻ അണ്ണൻ പറഞ്ഞത് ഞാൻ കേട്ടു. മീരായിട്ട് പ്രോപ്പർ റിലേഷൻഷിപ്പിലായല്ലേ? അതെ 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 അതെ. എടാ ഈ കൊച്ചിന്റെ കണ്ണി നോക്കിയിട്ട് നിനക്ക് അത് പറയാൻ പറ്റുമോ നോക്കി. അയ്യോ എനിക്ക് വേണ്ട. എനിക്ക് ഇങ്ങനത്തെ ഒരുത്തനെ വേണ്ട. നീ പോയങ്ങ് പ്രേമിക്ക. നീ സന്തോഷമായിട്ടിരുന്നാ മതി. മനസ്സിലായി? എൻഡ് ഓഫ് ദ ഡേ നിന്റെ സന്തോഷാണ്. പോ അത്രേ ഉള്ളൂ. ദൈവത്തെ ഓർത്ത് പോ. എടാ ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ചില ആൾക്കാർക്ക് ഈ നാണം കൂടുതലായിരിക്കും, ചിലർക്ക് നാണം കുറവായിരിക്കും. ഈ നാണോ മാനോ ഇല്ലാത്ത ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണണേ. ആരെണ്ണ ഏബലാണോ? അണ്ണ എനിക്ക് പണ്ടേ നാണോ മാനോ എന്ത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നീ കുറച്ച് നാള് മീരയുടെ കൂടെ നടക്കുന്നത് കണ്ടിട്ട് പൈസ തരാം അണ്ണാ. പക്ഷേ ഇത് കുറച്ചുനാള് നടക്കാൻ ഒരു 5 കോടിക്ക് വേണ്ടി നീ ആരെയൊക്കെ കൊണ്ടുവരുവാ? 5 കോടി ഇത് നാളെ TG-യുടെ കൊമ്പൻ ഒരു 10 കോടി തന്നാ നീ എന്നെ ഓസ്ട്രേലിയായിട്ട് അവിടെ കൊണ്ടുവിടും. തൂക്കി വെക്കണ്ട, കിട്ടുന്നവരേക്ക് തൂക്കി വെക്കണ്ട, ഉറപ്പാണ്. മുച്ചിരി വന്നോടാ മുച്ചിരി. പോയി ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാവേ. മുച്ചിരി ഹലോ അണ്ണാ, നിന്റെ വാപ്പാ ഉച്ചിരി വാപ്പാ. ബാപ്പല്ലേ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒന്നുമല്ല ഫേക്ക് എന്ന് പറഞ്ഞു. എടാ ഞാനിപ്പോ വരാമേ ബോബി. മുച്ചിരി വാപ്പേ മുച്ചിരി വന്നിട്ട് എന്നോട് വന്നേ. ഉപ്പൊന്നുമില്ല പോറാ. എന്തൊക്കെ ക്യാരക്ടേഴ്സ് എവിടുന്നൊക്കെയാ വരുന്നത് അല്ലേ ഗൈസ്? ഫേക്കാന്ന് പറഞ്ഞത് ഫേക്കാന്ന്. മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫസ്റ്റ് സ്റ്റേജ് പോലും പാസ്സായില്ല.
കോടതിക്ക് പോലും എത്തിയില്ല. പോലീസുകാർ തന്നെ പറഞ്ഞു ഇത് ഫേക്കാന്ന്. കാരണം എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ല, ഒന്നും കറക്റ്റ് അല്ല. ആള് കൊടുത്ത എല്ലാം ഫേക്കാ സർട്ടിഫിക്കറ്റ്. ചന്ദ്ര ഇങ്ങോട്ട് വന്നേ. ചന്ദ്ര ഇങ്ങോട്ട് വന്നേ. ആ ചന്ദ്ര, ഇത് മുച്ചിറിയുടെ വാപ്പ. ഫേക്ക് ഒറിജിനൽ അല്ലേ ഇവന്? ഒറ്റ മിനിറ്റ്. എടാ മുച്ചിറിയുടെ വാപ്പയ്ക്ക് അവനിപ്പോ ഇന്നലെ 18 വയസ്സായല്ലോ. ചന്ദ്ര ചന്ദ്ര കേക്ക് പറഞ്ഞ കേക്ക്. മുച്ചിറിക്ക് ഇന്നലെ 18 വയസ്സായല്ലോ. അപ്പൊ വാപ്പയ്ക്ക് ഇവനെ സുന്നത്ത് ചെയ്യിപ്പിക്കണമെന്നൊരു ആഗ്രഹം. അന്റെ ഓൾറെഡി സുന്നത്താക്കിയല്ലോ. നോക്ക് ബീച്ചില് ക്വാർട്ടർ സുന്നത്ത് ഹാഫ് സുന്നത്തിന് എന്നാ അർത്ഥം? വായിൽ വെക്കാനൊക്കെ എന്തൊക്കെ പറയണം എനിക്കറിഞ്ഞൂടെ. മുച്ചിറിയുടെ വാപ്പ അവന്റെ സുന്നത്ത് കഴിഞ്ഞതാണ് ഓൾറെഡി പറയണേ. അത് അവന്റെ അത് ഞാൻ കാര്യം പറയട്ടെ, ഇത് മറ്റേ ഒസാനല്ല ചെയ്തത്, ഇത് വേറൊരു ഗ്യാങ് ആണ് ചെയ്തത്. ഒരു ഗ്യാങ്ങും ഇല്ല. ക്വാർട്ടർ ഓൾറെഡി അതിന് ഹാഫും ഫുള്ളൊന്നും ഇല്ല. ഇനി സുന്നത്തിന് ക്വാർട്ടർ മാത്രമേ ഉള്ളൂ മോനെ. വാപ്പയാണോ മോനെന്ന് വിളിക്കണേ? വാപ്പയാണോ ഈ മോനെന്ന് വിളിക്കണേ? അണ്ണാ പറയുന്നേക്ക അണ്ണാ. ശരി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എവന്റെ വാപ്പ എന്ന് പറയുന്ന അടുത്ത് എവന്റെ ഫുൾ പേരെന്താ? അത് ചാറ്റ് ഇടുമ്പോ കാണുന്നില്ലേ ട്വിറ്ററില്? ഞാൻ ഫേമസ് അല്ലേ നിങ്ങൾ അവനെ ഇട്ടിട്ട് പോയുള്ള കാര്യം എന്താണ്? ഞാൻ ഇട്ടിട്ട് പോയതല്ലല്ലോ ചന്ദ്ര, ഞാൻ കൊന്നെയാണ് എന്റെ ഉപ്പനെ. പിന്നെ എന്താ ഇയാള് പറയുന്നത്? വാസുമോനോട് ഞാൻ പറഞ്ഞു കൊടുത്തണല്ലോ. യവൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ പറഞ്ഞെന്ന് പറഞ്ഞ യവൻ അവന്റെ ഉപ്പേരെ കൊന്നെന്ന് പറഞ്ഞു. പിന്നെ യവന് ഫുഡും ഡ്രസ്സൊക്കെ ഞങ്ങളൊക്കെയാണ് മാച്ചു കൊടുക്കണേ. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ അവന്റെ ഗ്യാങ് കയറ്റിയത്. അതിന്റെ കഥ തന്നെയാണ് ഞാൻ വാസുമോനോട് പറഞ്ഞു കൊടുത്തത്. ആ പറ. 4ാം വയസ്സിൽ ഞാൻ ഗൾഫിക്ക് പോയതാണ്. അപ്പൊ നോക്കാൻ പറ്റിയിട്ടില്ല. പോലീസ് സ്റ്റേഷൻ പോവാ. ആ കണക്ട് സീരിയൽ. ഹലോ വാസണ്ണ. ഹലോ ബ്രോ, ഞാൻ ലീഡറാണ്. പരന്തോഷമായിരുന്നു പറഞ്ഞു. ഞങ്ങളുടെ വണ്ടിയുടെ വണ്ടി റിവ്യൂലായിരുന്നു. അപ്പൊ ഇന്നായിരുന്നു ഞങ്ങളുടെ വണ്ടി റിവ്യൂ. ഓക്കെ ബ്രോ കേട്ടില്ല, കോള് വന്നു പെട്ടെന്ന്. എന്ത് പറഞ്ഞേ? ഞങ്ങളുടെ വണ്ടിയുടെ വണ്ടി റിവ്യൂലായിരുന്നു ഇന്ന്. അപ്പൊ നിങ്ങളെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ ഇങ്ങോട്ട്. ഞാന് ഇത് അങ്ങോട്ട് ഓൾറെഡി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പരിപാടിയിൽ നിൽക്കുന്നോണ്ടാ വരാതിരുന്നത്. ഞങ്ങള് നാളെ അങ്ങോട്ട് ഇറങ്ങട്ടെ വിളിച്ചിട്ട്? ഓക്കെ സെറ്റ് ഓക്കെ. എല്ലായിടത്തൂടെ പോവാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ് ഫെബ്രുവരി 2. ഓക്കെ. അന്ന ഇയാള് തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഞാൻ ഒന്ന് അയച്ചേരേ അണ്ണന്. ഇപ്പൊ എങ്ങനെ അയക്ക? അയച്ചേരാ. അണ്ണന്റെ നമ്പർ ഇതാ. എന്റെ നമ്പർ അറിയത്തില്ല നിനക്ക്? അത് ഇങ്ങനെ സേവ് ആക്കണ്ടേ? വെയിറ്റ് ആക്കാം. ഒരു കൂട്ടത്തിൽ നടക്കണ ആളെ ഫോൺ നമ്പർ എന്റെ കയ്യിലില്ല. സ്വന്തം വാപ്പയെ വേണ്ടെന്ന് പറഞ്ഞല്ലേ വാപ്പ? എത്തപ്പോ എനിക്ക് കാട്ടണേ? അണ്ണ വെയിറ്റ് ആക്ക്, അണ്ണ വെയിറ്റ് ആക്ക്. നല്ല ഇത് കാണാൻ അണ്ണ ഈ ഫസ്റ്റ് സ്റ്റേജ് പോലെ പാസ്സായില്ല. വെയിറ്റ് ആക്ക് അണ്ണ. ഇത് പോലീസ് സ്റ്റേഷൻ പോയിട്ട് ആള് കേസ് കൊടുത്ത്. ആളിപ്പോ പറയുന്നത് ഫെബ്രുവരി 2 അല്ലേ? ഹലോ, ഒന്ന് ഗ്യാങ് ഹൗസിന്റെ അടുത്തുള്ള ബാങ്ക് വരെ ഒന്ന് വരുമോ? ഒരു സെക്കൻഡ്. ഇതാ വരുന്നത്. മുച്ചിരി പോലെ ഇവിടെ തന്നെ നിക്കണം. ഞാൻ 2 മിനിറ്റ് വരാവേ. തിരിച്ചിട്ട് ചുമച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടണില്ല. എനിക്ക്
ഇവിടെ വണ്ടി കിടപ്പില്ലല്ലോ. കാറ്റിയെ സെറ്റ് ചെയ്യുന്ന 2 പെൻഡിങ് ലിസ്റ്റ് വെച്ചിരിക്കുന്നത് ഇതുവരെ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഒരെണ്ണത്തിനോട് എടുത്ത് വെക്കാൻ ഞാൻ തുറത്തോട്ട്. എടാ ഡെയിലി ഞാൻ പെങ്കൊച്ചിന്റെ ഒക്കെ കൂടെ പോയാൽ ഇതൊക്കെ മിസ്സാവില്ലടാ. എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വരണേ. ഷാഗുര് ഫ്ലീക്കയിലാണോ? ആ ഞാനേ ഒരു ഷെയർഡ് അക്കൗണ്ടില് ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം. ഓക്കെ. എനിക്ക് വേറെ ആരെയും അത്ര വിശ്വാസമില്ല. ഇത് നിങ്ങള് ഞാനില്ലെങ്കിൽ ഓപ്ഷൻ എന്തായാലും നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഓക്കെ അതിനു വേണ്ടി മാത്രാണേ. ഓക്കെ. ഇതിനകത്ത് കിടക്കുന്ന അക്കൗണ്ട് നമ്മുടെ ഓപ്ഷന്റെ മാക്സിമം ഫണ്ടാണോ? അല്ല ഒരിക്കലും അല്ല. അല്ലല്ലോ. അതറിഞ്ഞാൽ മതി. ഒന്ന് ഐഡിയ പറയോ? 1150. പിന്നെ കണ്ടിട്ടൊരു കള്ളന്റെ ലക്ഷണം ഉണ്ടല്ലോ. പിടിച്ചു പറിക്കാൻ വന്നതാണോടാ? ഓക്കെ, ഒന്ന് ബാങ്ക് ഓപ്പൺ ആക്കോ. ബാങ്ക് ഷെയർഡ് അക്കൗണ്ട് ഒന്ന് എടുക്കോ. അതില് കാണിക്കുന്നില്ല. ഒരു സെക്കൻഡ്. ആ പെണ്ണുങ്ങൾ നോക്കണം. ഷെയർഡ് അക്കൗണ്ട്. ആ ഷെയർഡ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കോ. ഷെയർഡ് ബാങ്കിങ് സാഗുരു അസോസിയേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യോ. ചെയ്ത് ആ ഫണ്ട് ആണ് നമ്മളെ ഓപ്ഷനൊക്കെ വേണ്ടി മാറ്റി വെച്ച പൈസ. 10 lakh crore, 10 crore, 100 കൗണ്ട് ചെയ്യാൻ പറ്റുമോ? 1000 crore, 1 lakh crore, 1 ലക്ഷം കോടിയോ? 1 ലക്ഷം അല്ല, 15,500 കോടി ഇപ്പൊ ഇതിലുണ്ട്. ഇത് കൂടാതെ ഇതെങ്ങനെ കൗണ്ട് ചെയ്യുന്നത്? അത് കൗണ്ട് ചെയ്യാൻ 10, 100,000, 10,000 lakh, 10 lakh crore, 10 crore, 100 crore. എന്താ 1000 crore, 10,000 crore അങ്ങനല്ലേ വരാ? 1000 crore, 10,000 crore. ആ ശരിയാ, ഞാൻ ഇതിനൊക്കെ 10,000 വിട്ടുപോയി. 15,500 കോടി. ഇത് ഈ ഫണ്ട് ഇവിടെ ഉണ്ട്. ഇതിന് പുറമെ എത്ര വേണമെങ്കിലും പറയരുത്. ഇതാ KB എന്ന പമ്പും കൂടി എടുക്കണം ഇത് വെച്ചിട്ട്. അതുകൊണ്ടല്ല, ഈ ഫണ്ട് വെളിയിൽ എത്ര ഉണ്ടെന്ന് നമ്മുടെ പറഞ്ഞ ആൾക്കാർ അതിനനുസരിച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരൂലേ? ശരിയാ. അതുകൊണ്ട് നമ്മൾ ഫുൾ എമൗണ്ട് പറയരുത്. ലിമിറ്റ് ഇല്ല, ലിമിറ്റ്ലെസ്. കോടി വിളിക്കുകയാണെങ്കിൽ 51,000 വിളിച്ചോ, അത്രേ ഉള്ളൂ. ഓക്കെ, എത്ര വിളിക്കുന്നോ അതിന്റെ ഡബിൾ നമുക്ക് വേണം. എത്ര വിളിക്കുന്നോ അതിന്റെ കൂട്ടി വിളിച്ചോണ്ടെന്നോ. ഓക്കെ, അപ്പൊ പമ്പ് ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കണം. ഓക്കെ, ഉറപ്പാണ്. വെക്കാണ് ഇത് ഞാൻ ഏറ്റെടുത്തു. ഓക്കെ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. തൽക്കാലം പൊക്കോ. ഹലോ, നമുക്ക് ഈ ഒരു ബാലൻസ് വെച്ചിട്ട് നമുക്ക് മുതുക്കിലെ പമ്പ്, മുതുക്ക്, പലേട്ടോ, പിന്നെ സാൻഡി, യൂടൂൾസ്, മൊത്തത്തിൽ സെർവർ മൊത്തത്തിൽ എടുക്കാം. തോന്നില്ല ഇത് എന്തായാലും അവർ എന്റെ മോളിൽ വിളിക്കും. പക്ഷെ ഇത് നമ്മള് ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന പൈസ മാത്രമാണ്. ഓക്കെ, ഇതിന്റെ മോളിൽ നമുക്ക് എത്ര ആണെങ്കിലും ഫണ്ട് എന്ത് ചെയ്യാം, സോഴ്സ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. നമുക്ക് ഇപ്പം ബാങ്ക് കൂടി അപ്ലൈ ചെയ്യുന്ന ലോണിന് ലിമിറ്റ്സ് ഇല്ല.
അത് നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ബാങ്കിൽ നിന്ന് എടുക്കാം. ഓക്കെ. ഓക്കെ, അപ്പം ഷോപ്സ് നമ്മൾ മാക്സിമം ഒരു 900 CR മുകളിൽ വിളിച്ചെടുക്കരുത്. ഷോപ്പോ? ഷോപ്പ് 600. എന്തൊക്കെയാ മേടിക്കണ്ടേ? ഒന്ന് മുതുക്കിലുള്ള ഷോപ്പില്ലേ, അല്ല ഇവിടെയുള്ള ഷോപ്പ്, മുതുകിലെ പമ്പ്, മുതുക്കത്തെ പമ്പ്. ഹലോ, ആ ഷെയ്ക്കേ, 5 ബർഗറും 5 കോള്. ശരി, പെട്ടെന്ന് ഇപ്പൊ കൊടുത്തൂടാ, ഒരു മിനിറ്റ് പാക്ക് ചെയ്യട്ടെ. ആ പറഞ്ഞോ. ഹലോ, മുതുക്കത്തെ പമ്പ് TVന്റെ ബാക്കിലുള്ള 24/7. ഏതാ ടിവിയുടെ സൈഡിലുള്ള മിനി മാർട്ടില്ലേ? മിനി മാർട്ട്. ആ ഓക്കെ. ഡ്രസ് ഷോപ്പ് ഇതിലുണ്ടോ? ഇല്ല, ഓപ്ഷൻ വരുന്നില്ല. ഡ്രസ് ഷോപ്പ് ഇല്ല. ഡ്രസ് ഷോപ്പ് കൊണ്ടുവരാൻ പറ്റൂല എന്നൊക്കെയാണ് ഗവൺമെന്റ് സൈഡ് പറഞ്ഞത്. എവിടെ പോയി? ഹലോ, നമ്മുടെ കയ്യിൽ ഓൾറെഡി മുച്ചറി ഇപ്പൊ സപ്ലൈ ഉണ്ട്. ലിക്കർ ഇവിടെയുള്ള ചന്ദ്രൻ എടുക്കാന്ന് പറഞ്ഞു. ഇത് ആരുടെ നമ്പറാന്ന് അറിയോ ഗുരു? 1 2 3 4 5 6 7 8. ഞാൻ എന്റെ ഓഫീസ് എത്തിയാൽ പറഞ്ഞു. ഹലോ, ഇത് കോൾ ബൂത്ത് ആണ്. ആ അതാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അതിൽ നിന്നാണല്ലേ വരുന്നത്. ഹലോ, എന്താ നിങ്ങൾ ഷോപ്പൊന്നും എടുക്കുന്നില്ലേ? നമുക്ക് ആവശ്യത്തിലധികം പൈസ ഉള്ളത് ബിസിനസ്സിലേക്കില്ല. അതെ, നമ്മള് പറഞ്ഞ ഇതേ കക്കാനും പിടിച്ചു പറിക്കാനും വരുന്നവന്മാരെല്ലാം ഇവിടെ വരുന്നവന്മാരേട്ടാ. ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. കാശുള്ള ഒരു ബാങ്കിൽ വരുമെന്ന് അറിയാം. ഇതൊക്കെ പിടിച്ചു പറിക്കാൻ വരുന്നവനാ. ബാങ്കിൽ നമ്മളായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെങ്ങാനും കക്കാൻ വന്ന അടിച്ച് തല പൊട്ടിക്കുമല്ലോ. അത് പേടിക്കണ്ട. അപ്പൊ ഓപ്ഷൻ നമ്മൾ പൊളിക്കുന്നു. അതെ, അത്രേ ഉള്ളൂ. നിങ്ങളില്ലെങ്കിലും ബാക്കി കാര്യം ഞാൻ ഏറ്റ്. ഓക്കെ, വാ സൗകര്യ. എന്താടാ മോഷണമാണോ? ഇത് എന്നായിരിക്കും? ഡേറ്റ് എന്നായിരിക്കും? 5-ാം തീയതി കുറെ ആൾക്കാർ പറയുന്നുണ്ട്. 5-ാം തീയതി കുറെ ആൾക്കാർ പറയുന്നുണ്ട്. 6-ാം തീയതി ആണെങ്കിൽ ഞാനില്ല കേട്ടോ. 5-ാം തീയതി ഞാൻ ഉണ്ടാവും. അല്ല, ആരെങ്കിലും ഏൽപ്പിച്ചാ മതി. അത് ഏൽപ്പിച്ചോളാം. ഏൽപ്പിച്ചോളാം. ഓക്കെ ഓക്കെ സാർ ഗുരു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും കേറും. ഞാൻ വന്നിട്ട് വേണേ പൈസ എടുത്ത് കൊടുത്തോളാം 6-ാം തീയതി ആണെങ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കൊരു ചെറിയൊരു DNA ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. ഇത് പമ്പിന്റെ 20% ഒരു സെക്കൻഡ്. ഹലോ ഹലോ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടോ? ഒരു 5 കോള് 5 ബർഗർ ഓർഡർ എത്ര നേരമായി? ഞാൻ പീടിയുടെ ഫ്രണ്ട് നിൽക്കാ. ഓൾറെഡി കൊടുത്തു വിട്ടല്ലോ. കിട്ടിയിട്ടില്ലെന്നേ. എപ്പോഴേ കൊടുത്തു വിട്ടു. നീ അത് പോയി മേടിച്ചേ. എവിടുന്ന്? ഗോസ്മറ. എന്റെ പേര് തങ്കപ്പൻ സ്റ്റീവ്. നിന്റെ ശബ്ദത്തിൽ എനിക്ക് ആളെ പിടി. ആരാണ് നീ? അഭിനയിക്കല്ലേ നീ? ഗോസ്മറല്ലടാ. അല്ലെന്നേ, തങ്കപ്പൻ സ്റ്റീവ്. ഞാനെന്നാ ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് വിളിക്കപ്പോ. തങ്കപ്പൻ സ്റ്റീവ്. സദ്ഗുരു എന്താ പറഞ്ഞേ? പിന്നെ ഞാൻ അഥവാ ഞാനില്ലെങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് കേറിയിട്ട് ഞാനത് ചെയ്തു കൊടുക്കും. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ പമ്പിന്റെ 20% ഞങ്ങൾക്ക് തരും. ഓക്കെ ഓക്കെ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 50-50 ആണെങ്കിൽ 50-50 വെക്കാം, കുഴപ്പമില്ല. ഓ അത് നമ്മൾ ഡീലാക്കാം. ഓക്കെ, സെറ്റ്. ഞാൻ പോയിട്ട് വരാം. ഇങ്ങനെ കൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു ഉപകാരമാണ്. ഒരാവശ്യം വന്ന ഒരു ബാങ്ക് തന്നെ ഉണ്ട്. പുള്ളി പുതിയ റിസർവ് ബാങ്കിന്റെ പുതിയൊരു ബ്രാഞ്ച് വളവിനിടുന്നുണ്ട്. അടുത്ത ആഴ്ച ഇനാഗുറേഷൻ. അതെ, ഈ സ്പോട്ടിലായിട്ട് വരണം.
എടാ മുച്ചിരി എവിടെ ഇരിക്കുന്നെ? ആ ഇവിടെ മുച്ചിരി വാപ്പാടോടുണ്ട്. ഞാൻ ഇവിടേക്ക് എത്തുമ്പോ ഇയാള് പോലീസ് സ്റ്റേഷൻ DNA ടെസ്റ്റ് പോലും എത്തിയിട്ടില്ല. ഹോസ്പിറ്റലല്ലേ എടാ പൊട്ട, കോടതിക്ക് എത്തുന്ന ഒരു സംഭവം ഉണ്ട്, അതറിയോ? ആ ഇപ്പൊ മനസ്സിലായ കാരണം ഞാൻ ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് ഇപ്പൊ വിളിച്ചേ. നീ ഇതിപ്പോ ആ ബർഗറും കോളയും നിന്റെ അടുത്ത് ആരാ പറഞ്ഞ ഞാൻ ബർഗറും കോള ഉണ്ടാക്കുന്ന ആളാണെന്ന്? ഞാനിവിടെ പീടി വന്നപ്പോഴേ ഒരു പുള്ളി പറഞ്ഞു ബർഗറും കോളയും വിട്ടാ ബർഗർ ഷോട്ടിനെക്കാളും വലിയ ടേസ്റ്റോടെ ഉണ്ടാക്കി തരുന്നു, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നു. ഞാൻ പീടിയുടെ ഫ്രണ്ട് കഴിക്കാ ആ ബർഗറും കോളയും തരാമോ? പീടിയിലുള്ളതാണോ പറഞ്ഞത് ഞാൻ ബർഗറും കോള ഉണ്ടാക്കും? അല്ല. ഹലോ, പിന്നെ ആരാ പറഞ്ഞെന്ന് പറ. എനിക്കറിയത്തില്ല ആരാ പറഞ്ഞത്, ആരോ വന്നിട്ട് പറഞ്ഞു എനിക്ക് ബർഗറും കോളയും വേണം, വിശക്കുന്നേ. പീടിയുടെ ഫ്രണ്ടിലുണ്ട്, ഒന്ന് തരാമോ? ആക്ച്വലി ഉണ്ടല്ലോ ഇത് റോങ് നമ്പർ ആയപ്പോ എന്റെ പേര് പരുന്തു വാസു. ആ അതന്നെ കറക്റ്റാ പേര് പറഞ്ഞേ. ബ്രോ ഞാനത് അവരെന്തെങ്കിലും പറഞ്ഞ് ഇതാക്കിയതായിരിക്കും കേട്ടാ. ഞാൻ ഇവിടത്തെ ആക്ച്വലി ഒരു ഗാങ്ങിന്റെ ലീഡറാണ്. അപ്പൊ ഇത് ആരോ പറഞ്ഞു പറ്റിച്ചതാ. റിക്രൂട്ട്മെന്റ് ഉണ്ടാ പോയി സിറ്റി പോയി. ഹലോ, റിക്രൂട്ട്മെന്റ് ഇല്ല ബ്രോ, ക്ലോസ്ഡ് ആണേ. നമ്മളിപ്പോ ഫുള്ളാ. ആണോ? ഫ്രീ ആവുമ്പോ പറയട്ടാ. കഴിവുള്ളവരെ നമ്മൾ എടുക്കണേ. ആ അതന്നെ ഞാൻ വരാന്നേ. ഏതെങ്കിലും ഫാമിലിയിൽ ഉണ്ടായിരുന്നോ? ഇല്ല, പക്ഷെ മിസ്റ്റർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പീഡി കയറുന്നു, വെടി വെച്ചേരിക്കാം. പീഡി തല്ലുള്ളികളാണ്. മിസ്റ്റർ എക്സും പിന്നെ ഗ്യാങ് അടിക്കത്തില്ലെന്ന് ധൈര്യത്തിൽ നടക്കണല്ലേ. അപ്പൊ അത് രണ്ടും കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരെ എന്തായാലും വേണ്ട. ഹലോ, மிஸ்டர் எக்ஸோட ஆளு இப்போ என்கிட்ட வரான். அவன் கிட்ட நான் ஆல்ரெடி 4 நம்பர்ஸ் கொடுத்துட்டு சீரியல் நம்பர். ഇല്ല ഞാൻ പറഞ്ഞില്ലേ കോച്ച് ലൂസിയെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ஓகே 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 பட் 2 பேர்கிட்ட இருந்து டபுள் செக் செய்துக்கலாம்ல, வேற எதுவும் இல்ல. ஓகே 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 ஓகே. மத்த புள்ளி என்ன பண்றது? ആരെ இப்போ இங்கோட வைடோ இங்க வா. ഈ ചന്ദ്ര வந்து இப்ப എന്റെ സംസാരിച്ചു. ഓക്കെ, ഹലോ. പിന്നെ ഗ്യാങ്ങിലുള്ള എല്ലാരോടും ഒന്ന് പറയണേ ആരാ അവിടെ ഉള്ളതെന്ന് വെച്ചാല് ഇവര് ഏതെങ്കിലും വേറെ ആരത് ഗുരു പറയണ്ട. ഇതിന്റെ ബാക്കപ്പ് എല്ലാം ഞാൻ നോക്കിക്കോളാം, എല്ലാം ഞാൻ ഏറ്റ്. ഓക്കെ താങ്ക് യു. പറ കോച്ച്. இந்த இது அது பேரு சந்திரா வந்து இப்ப சம்சாரிச்சு இந்த மாதிரி பீட்டரை விடு, அவன் நம்மளுக்கு கேங்குக்கு யூஸ்ஃபுல்லா இருப்பான், எனக்காக விடு அப்படின்னு சொல்லி സംസാരിച്ചു. എതുക്കെന്ന് അറിയില്ല. പീറ്ററെ വിടാൻ അവൻ നേരിട്ട് വന്ന് സംസാരിച്ചു. നേരിട്ട് வந்து സംസാരിച്ചു. இப்ப என்கிட்ட எதுக்கு பிடிச்சு வச்சிருக்கீங்க, அவனை விடு, இல்லைன்னா எனக்கு சான்ஸ் கிடைக்கும் போது நான் தூக்கிரும் പറഞ്ഞു. நான் വാസുണ്ടെ എല്ലാத்தையும் പറഞ്ഞു. ഒരു മറ്റേ DRS ഇല്ലേ നമ്മുടെ അപ്പുറത്തുള്ള ഗ്യാങ്, മറ്റേ അപ്പുറത്തെ കുറച്ച് ആൾക്കാർ താമസിച്ചോണ്ടിരുന്നില്ലേ അണ്ണാ, റോഡിന്റെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ താമസിച്ചോണ്ടിരുന്നില്ലേ? അവര് കൊറേ സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അവര് മോണിറ്ററിംഗിലായിരുന്നു, അവരിപ്പൊ ഗ്യാങ് ആയി DRS. അപ്പൊ അണ്ണന്റെ പറയാൻ പറഞ്ഞു, അവന്മാരാണ് ഈ ഇവന്റ് ഒക്കെ കണ്ടക്ട് ചെയ്തത് ഇന്നലത്തെ മനസ്സിലായി. അപ്പൊ അണ്ണന്റെ പറയാൻ പറഞ്ഞു. അവര് ഗ്യാങ് ആയല്ലേ? അതെ അതെ. അപ്പൊ നല്ലപോലെ സംസാരിക്കുന്ന ഒരു 10-25 പേരോടെ പോയി. ഇല്ല നമ്മുടെ ഫ്രണ്ട്ലി ഗ്യാങ് വേണ്ട. ഹലോ വാസനല്ലേ? അതെ. അണ്ണാ സാമ്പിളിന് നമ്പർ ഉണ്ടാ? ഹലോ 999. ഹലോ കേക്കാം. 999. ആ ഓക്കെ. 5 വയസ്സ് വരെ ഞാൻ ജയിലായിരുന്നു, മറ്റേ ചൈൽഡ് ജയിലാണ്. இவனோட டைமிங் கண்டா, நான் இவனை பத்தி 1 செகண்ட் முன்னாடி கூட சொல்ல அதுக்குள்ள வந்து நிக்கிறான்.
അണ്ണാ ഞാൻ കേട്ടോ അണ്ണാ 3 വയസ്സ് ഒന്ന് പറഞ്ഞ കത്തി കുത്തി ബാറ്റിങ് കുത്തി. ഓ 3 വയസ്സിലപ്പോ നീ ഒരു ക്രിമിനലായി. പുള്ളിനെ തന്തേന്ന് വിളിയ പ്രശ്നം തീരുമല്ലോ. ഇല്ല സ്വന്തം തന്തേനെ തന്ത വിളിക്കാൻ പറ്റുമോ? എടാ ഞങ്ങൾ പലരും ഇവിടെ അച്ഛനില്ലാതെ വിഷമിക്കുന്നുണ്ടോ? നിനക്ക് ഒരു അച്ഛന് ഒരാൾ വന്ന് തന്ത മന്ദാരണ്ടേ മുച്ചിറി നീ എടാ അങ്ങേറെ മുഖത്തെ വിഷമം നോക്കണം മുച്ചിറി. എത്ര നാളായിട്ട് എടാ അതൊരു ഫേക്ക് ആണെങ്കിൽ ഇത്രയും നാള് നിന്റെ പുറകെ നടക്കൂടാ. ആ ഫോട്ടോ കാണിച്ചു കൊടുത്താ പോലീസ് സ്റ്റേഷൻ പോയതിനു വെച്ചാൽ ഇന്നാളെ കാണുന്ന ഞാൻ കണ്ടിട്ടില്ല എന്നോട്. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒത്തിരി വട്ടം നിന്റെ വാപ്പ എന്നെ വിളിക്കുമായിരുന്നു. അണ്ണാ അന്ന് ഒന്ന് ഫോൺ എടുത്ത് നോക്ക്. ആള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൊടുത്തത് ഈ സർട്ടിഫിക്കറ്റ് അണ്ണ ഒന്ന് നോക്കിയേ. നീ സർട്ടിഫിക്കറ്റ് ഒക്കെ മനുഷ്യനുണ്ടാക്കുന്നത്. അതെ ശരി ശരി നാളെ ഞങ്ങള് ഒരു DNA അറേഞ്ച് ചെയ്യാം ഹോസ്പിറ്റലിൽ. പാസ് ആണ്ടേ? പാസ് ആവുന്നില്ല. ഇയാള് കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എങ്ങാനും നിന്റെ ഓനിപ്പോ 18 വയസ്സായില്ലേ വാപ്പാന്റെ അടിയൊക്കെ ആയില്ലേ. മുച്ചിരി ലാസ്റ്റ് ഇപ്പൊ തെളിഞ്ഞാ തന്നെ നീ ഇപ്പൊ തെളിയൂല അത്ര കൺഫർമേഷൻ തന്തേനാ കൊന്ന അത്ര തെളിവ് ഇത്ര ഇത് നമുക്ക് 3-ാമത്തെ വയസ്സിനെ കൊന്ന നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 5-ാമത്തെ വയസ്സിൽ എടാ 3-ാമത്തെ വയസ്സിലൊക്കെ എഡിറ്റ് പെടുക്കാനുള്ള ആംബിയറുകൾ നിനക്ക് ഉണ്ടാവില്ല. നീ അങ്കില്ലാണ്ടാവൂലല്ലോ ചന്ദ്രു. നിനക്ക് എക്സ്ട്രാ വണ്ടി ഉണ്ടോ? നിനക്ക് കത്തി കത്തി ബേറ്റക്കങ്ങ് കുത്തി. 3-ാം വയസ്സില് കൊന്നു പറഞ്ഞു. അതിപ്പോ ആരാ പോയി 3-ാമത്തെ വയസ്സിൽ എങ്ങനെ കൊല്ലും? 3-ാം വയസ്സിൽ അങ്ങനെ ഒരു കളി വേറെ അവിടെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ പെരിയിൽ കിടന്നത്. അത് ഞാൻ എന്ത് പറയാനാ, എനിക്ക് ഇത്രയല്ല പറ്റുള്ളൂ. എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? ഞാൻ അവന്റെ അടുത്ത് അവനെ നിർബന്ധിച്ച് നിങ്ങളെ വാപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞപ്പോ അതല്ല മനസ്സിലായിട്ടില്ല മാസൂന്. ഞാൻ പറഞ്ഞെന്താന്നല്ല മാസൂന് മനസ്സിലായിട്ടില്ല. അല്ല എനിക്ക് ഇവനോട് പറയാനല്ല പറ്റുള്ളൂ. അതല്ലാന്ന് പിന്നെ 3-ാം വയസ്സിലോ വാപ്പാനെ കൊന്നു പറയുന്നു. അതിപ്പോ ഏതാ ഞാൻ അറിയാത്തൊരു വാപ്പ. അങ്ങനെ ഒരു കളി അവിടെ നടന്നീനി. അപ്പൊ അതിന്റെ അടിയില് നിങ്ങളുടെ കുടുംബ പ്രശ്നമൊക്കെ ഞാൻ എങ്ങനെ തീർക്കും? ഇതിപ്പോ മോനോടുള്ള സംശയം, ഇനി നിങ്ങൾക്ക് പെണ്ണുപിള്ളയോട് സംശയം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതെ കലന്തരാജി നിങ്ങളമ്മ മരിച്ചു തീർന്നില്ലേ? ഫുഡ് കഴിക്കാതെ ബോധം കെട്ടവനാണ്. കുഴപ്പമൊന്നുമില്ല. ഈ വള്ളത്തിലൊന്ന് മുക്കിയെടുത്താ മതി. ബോധം പോലെ ഇപ്പൊ എന്താ ചെജ്ജ പറഞ്ഞ മാതിരി ഒന്ന് കൊണ്ടേക്കാണ്ട്. അല്ല വാപ്പയായിട്ട് ഇപ്പൊ ഓനെ അംഗീകരിച്ചാൽ കജൂലെങ്കിൽ വേണ്ട. നമുക്കിപ്പോ അതില് സങ്കടമൊന്നുമില്ല. ഓനിപ്പോ നമ്മളൊക്കെ ഓനിപ്പോ ഈ പ്രായമൊക്കെ ആകണ്ടിയല്ലേ. അപ്പം കാര്യങ്ങളൊക്കെ ഓന്റെ കാര്യങ്ങൾ തീരുമാനിച്ചാൻ അയക്കണെന്നുണ്ടെങ്കിൽ ഓൻ തന്നെ തീരുമാനിച്ചിട്ട് ഒരു അടി അറിയാണ്ട് അടിച്ചപ്പോ ചത്ത്. എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ ഓന്റെ കാര്യങ്ങള് ഓൻ തീരുമാനിച്ചാൻ അയക്കണമെങ്കിൽ ഒന്ന് തീരുമാനിച്ചോട്ടെ. അല്ല വാസന ഞാൻ ഡൗട്ട് വെക്കട്ടെ. ഗ്യാങ് സ്റ്റാർട്ട് ആണെങ്കിൽ ലോയൽറ്റി പോയിന്റ് കുറയത്തുണ്ടോ? അണ്ണ എല്ലായിടത്തും പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തേ. എടാ ടീം കില്ല് ചെയ്യേണ്ട ആളിയാ. ചില്ല അറിയാണ്ട് തട്ടിയപ്പോ ചത്തയാ. ഒരു ലൈഫ് കുറവായിരുന്നു. എന്തായാലും നമുക്ക് തീരുമാനം ഉണ്ടാക്കാം വാപ്പ. അല്ല ഓൻ പറയുന്ന മാതിരി നടന്നോട്ടപ്പഞ്ഞ്. ഇനിയിപ്പോ ഏതാ ഞാൻ പറഞ്ഞപ്പോ മാസം ഒന്ന് കാര്യത്തിൽ എടുക്കണം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു വെച്ചാണ്ട് ഓനിപ്പോ ഇടങ്ങാറാവണ്ട. കാരണം ഇജൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി ഓന്. 18 വയസ്സായില്ലേ, ചജ്ജണം. ഇല്ല ഇങ്ങനെ ഒരു മോനാണ് നിർബന്ധമാണ്. ഇത്രയും പറഞ്ഞില്ല, തള്ളി പറഞ്ഞല്ലേ. അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രുമോനെ, ഓനിപ്പോ എന്നെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ വേണ്ട. കാരണം സ്ഥാനത്തായിട്ട് അപ്പാന്റെ സ്ഥാനത്ത് നിന്നിട്ട് വാസുമോ നടത്തി കൊടുത്താ മതി. നിങ്ങൾക്ക് മോനായിട്ട് എന്നാതെയാ നമ്മക്കിപ്പോ നമുക്ക് ഇപ്പൊ വാസുവിനാണെങ്കിൽ തന്തയില്ല, എനിക്കാണെങ്കിൽ അച്ഛനില്ല, ആരെന്നറിയില്ല. ഞങ്ങൾ അനാഥ. സോറി ഞങ്ങൾ അനാഥരാണ്. അതെ ഞങ്ങൾ അനാഥരായിട്ട് ജനിച്ച് വളർന്നതാണ്. അപ്പൊ ഞങ്ങക്ക് എന്ന് പറഞ്ഞാ അച്ഛാതെ വിളിക്കാൻ കൊതിയാണ് സത്യം പറഞ്ഞ. ആരേലും എവനൊക്കെ കിട്ടിയതിന്റെ കൂടുതലായിട്ട് അഹങ്കാരം. നിങ്ങള് വാപ്പാന്ന് വിളിച്ചോളി, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാരും ഇപ്പൊ ഇപ്പൊ നിങ്ങളെ എല്ലാരും എന്റെ മക്കളെ മാതിരി തന്നെയാണ്.
നല്ല വാസണ്ട. ആശുണ്ടോ അവിടെ? ആശിനച്ച് മകനായിട്ട് കാണാൻ കൂടില്ല. കാരണം ഞാനും അവനും ഒരു ബെഞ്ചിൽ കുത്തിർന്ന് പഠിച്ചതാ. ആരാ? പ്രായമുണ്ട്. ആശി നല്ല നമ്മള് കണ്ടാ പറയട്ടെ, ആശി ഇത്ര പ്രായമുള്ള ഒരു മനുഷ്യനാണെന്ന്. അത് നിങ്ങക്ക് തോന്നായിട്ടാണ്. ഞാനും ഓനൊക്കെ ഒരു ബെഞ്ചിൽ കുത്തിർന്ന് പഠിച്ചതാ. ഓനൊക്കെ 4ാം ക്ലാസ്സിൽ മറ്റേ ഞാനും ഓനൊക്കെ പഠിച്ച സമയത്ത് മറ്റേ ഇന്റർവെല്ലിന്റെ സമയത്ത് ഓൻ ടൗസർ കൂടെ തൂറി പാഞ്ഞിക്കണ്. അറിയ നിങ്ങക്ക്? അന്ന് ആ കഥയൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇവിടെ. ഞങ്ങളെ രണ്ടാളും മറ്റേ സീനിയർ ഇനി മറ്റേ മെന്നി. സീനിയർ ആയിരുന്നല്ലേ നിങ്ങടെ? മെന്നിന്റെ ലൈനേനി മറ്റേ അമ്മായി. ഏത് കേവലുണ്ടായിരുന്നല്ലേ ഒരു അമ്മായി. പണ്ടത്തെ ആൾക്കാരൊക്കെ നന്നായി. എന്തായാലും വാപ്പ വിഷമിക്കണ്ട. നമുക്ക് ഇവരെ എങ്ങനെയും പറഞ്ഞ സുന്നത്തിന്റെ കാര്യത്തിൽ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാം. അത് എന്തായാലും ചെയ്ത് കൊടുക്കണം. മറ്റേ വാപ്പല്ലെങ്കിലും വേണ്ടില്ല, അതെന്തായാലും ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് സെറ്റാക്കാം. ഞാൻ പോയിട്ട് വരണേ. ഓക്കെ. അന്ന ഓൾറെഡി ക്വാർട്ടർ കഴിഞ്ഞാ ഇനി ഓഫ് ആക്കണ സുന്നത്ത്. ഈ ക്വാർട്ടർ എങ്ങനെ കഴിഞ്ഞ മുച്ചിരി? ക്വാർട്ടർ എന്ന് പറയുമ്പോ ക്വാർട്ടറായി മനസ്സിലായാ? അതെങ്ങനെയല്ല ഉണ്ട് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുതരവാ. അല്ല സ്റ്റീവൻ കോച്ച് വെളിയിലോട്ട് പറഞ്ഞ ഞാൻ വെളിയിലുണ്ടാവേ. രണ്ട് ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ രണ്ടുപേരെ നോക്കി അത്യാവശ്യം ചെലവൊക്കെ. ഒരാളെ നോക്കാനുള്ളതിൽ എണ്ണം തന്നിരുന്നെങ്കിൽ പെർമിഷൻ തള്ളിക്കോട്ടെ. ഞാൻ പിന്നെ അടിച്ചു കൂടി കുഴിച്ചിട്ട് ഈ വെള്ളത്തില അണ്ണ ഇങ്ങനെ. ഞാൻ പോയിട്ട് വരാം. ബൈ 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 എല്ലാവർക്കും. പോയിട്ട് വരാം. നമുക്ക് വേറൊരു ദിവസം വിശദമായിട്ടൊന്ന് കാണണം. കാര്യങ്ങൾ വേറെ സംസാരിച്ചാണ്ട് കാണാം. ഈ ചെക്കന്മാരെ കാര്യത്തിലൊക്കെ ഒന്ന് തീരുമാനം. ഹലോ സുഖല്ലേ? ആ സുഖമാണ്. നിനക്ക് സുഖല്ലേ? പിന്നെ കണ്ടില്ലല്ലേ? കണ്ടില്ലെന്നോ? ഇപ്പൊ എവിടെയാ? ഒരിക്കൽ പമ്പിൽ അങ്ങനെ ഇടിച്ചവര് പോയില്ലേ? കേസൊക്കെ കഴിഞ്ഞായിരുന്നാ? ഓക്കെ. അത് മുതുക്കി കൊടുക്കാനുള്ളത് കൊണ്ട് കൊടുത്തായിരുന്നോ? കൊടുത്തല്ലേ? അവളെന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഓക്കെ, അടുത്ത ആഴ്ച കാണാന്ന് പറഞ്ഞത്. ഓക്കെ. അസോനെ, ഈ ചെക്കന്മാരെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എല്ലാതും തീരുമാനം ഉണ്ടാക്കണം. എന്തായാലും നാളെ കാണണം കേട്ടോ. കാണാം. ഉറപ്പായിട്ടും. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും സംസാരിക്കണം നമുക്ക്. സംസാരിക്കാം. ബാബു പോയിട്ട് വരാം കേട്ടാ. കാണാം. ഓക്കെ, കാണാം. ഓക്കെ. ആരാ? എനിക്കറിഞ്ഞൂടാ ആരെ വിളിച്ചത്. എനിക്കൊരു പിടുത്തമില്ല. ഇപ്പൊ എന്നെ ഫോൺ വിളിച്ച ആളെ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരാളെ സൗണ്ടോ എനിക്ക് ഒരു പരിചയമില്ല. അങ്ങനെ ഒരാളെ എന്റെ ജീവിതത്തിൽ പുള്ളി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവള് പറഞ്ഞതും സാധനം കൊടുക്കാൻ എന്ത് കാര്യമാണ് സംസാരിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ഇതൊക്കെ ആരാ? എന്തൊക്കെയാണ് സിറ്റി നടക്കുന്നത്? ഇത്ര ഉള്ളത് ആർമി ലൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. എന്റെ അമ്മോ, എന്തൊക്കെ കേക്കണല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.